ഹായ് ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി സ്നാക്ക് ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനാബിൾ ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാന് ചൂടാക്കി എടുക്കാം. പാന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിതിലോട്ടൊരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലോട്ടൊരു മീഡിയം സൈസിലുള്ള സവാള കൂടെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. ഇതുപോലെ പൊടിയായിട്ട് വേണം പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും പച്ചമുളകും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് എഗ്ഗ് ചേർക്കണം. അപ്പോൾ ഞാനൊരു 2 എഗ്ഗ് നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എഗ്ഗ് ചേർത്തിട്ട് സവാളയും എഗ്ഗും അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 3 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തതിന് ശേഷമാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു ബ്രൗൺ സൈഡ്സ് കളയേണ്ട, അതുകൂടെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ബ്രെഡ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബ്രെഡും പിന്നെ എഗ്ഗിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് ഇതിപ്പോൾ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ്സ് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ബ്രെഡിൽ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളത് കൂടെ നമ്മൾ ആദ്യം എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്താൽ അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാം അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടണം. അതുപോലെ തന്നെ കളറൊക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടും കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ തന്നെ അങ്ങ് അത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാനിത് ഓയിലിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കാണ്. 3 ബ്രെഡ് 2 എഗ്ഗ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കില്ലേ. താങ്ക്